കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ വീഡിയോസിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ആദ്യമായിട്ട് വരുന്ന ടോൾ പ്ലാസയുടെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് വടകര ടൗൺ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ കൈനാട്ടി വരെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ കൈനാട്ടി ഭാഗത്തെ അണ്ടർ പാസേജാണ് നമ്മൾ കാണുന്നത്. അണ്ടർ പാസേജിൻ്റെ ഒരു വശത്തുള്ള കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, മറുവശത്തിന് ഷട്ടറിങ് പ്രവൃത്തികളാണ് നടക്കാൻ ബാക്കിയുള്ളത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ 7 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഭാഗത്ത് വീഡിയോസ് ചെയ്തത്. അതുപോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല കേട്ടോ നമ്മുടെ കൈനാട്ടി ഭാഗത്ത്. അത് കഴിഞ്ഞുള്ള ഭാഗത്തും സമാനമായ രീതിയിലുള്ള വികസനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിലുള്ള ദേശീയപാത കൂടിയാണ് ഇരുവശത്തോട്ടും നമ്മുടെ കോഴിക്കോട് ഭാഗത്തോട്ടും തലശ്ശേരി ഭാഗത്തോട്ടും വാഹനങ്ങൾ പോകുന്നത്. ഈ വലതുഭാഗത്തായിട്ട് മണ്ണൊക്കെ കുറച്ച് ഭാഗങ്ങളായിട്ട് റെഡിയാക്കിയിട്ടുള്ളതല്ലാതെ കാര്യമായ വർക്ക് പുരോഗതിയൊന്നും ഈ ഭാഗങ്ങളിലില്ല. നമ്മുടെ വാഗാട് കമ്പനിയുടെ മെല്ലെ പോക്കാണ് നമ്മളെ കോഴിക്കോട് ജില്ല സ്റ്റാർട്ടാകുമ്പോൾ നമ്മുടെ അഴിയൂർ മുതൽ വെങ്കലം വരെയുള്ള റീച്ചിൽ കാണാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ നമ്മുടെ വടകര ഭാഗത്ത് ഗേഡറൊക്കെ ഇൻസ്റ്റാളേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും മെല്ലെ പോക്കാണ്. ഈ ഭാഗത്തൊക്കെ നമുക്ക് RE പാനലുകൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ദൃശ്യം കാണാൻ സാധിക്കും. പണ്ട് റെഡിയാക്കി വെച്ചതാണ്. അതിനുശേഷം കാര്യമായ വർക്ക് നടന്നിട്ടില്ല. ഈ ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവർത്തകർ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമ്മുടെ നാദാപുരം റോഡ് ഭാഗത്ത് വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. 2 ഭാഗത്തായിട്ടും സർവീസ് റോഡും റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല. നിലവിൽ ഇരിങ്ങൽ ഭാഗത്തൊക്കെ അണ്ടർ പാസേജിന് പുതുതായി അണ്ടർ പാസേജൊക്കെ അനുവദിച്ചിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ അണ്ടർ പാസേജിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണം നടക്കുന്നുണ്ട്. ചിലയിടങ്ങൾ മാത്രമാണ് ഈ വാഗാടിൻ്റെ വർക്കുകൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ മണ്ണ് ലഭ്യത കുറവാണെന്നാണ് അവർ കമ്പനീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മേപ്പയൂർ ഭാഗത്തൊക്കെ നിലവിൽ മണ്ണെടുക്കാനുള്ള പെർമിഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നൊക്കെ മണ്ണൊക്കെ എടുത്തിട്ട് നിലവിലിപ്പോൾ റോഡ് പണി നടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ചെയ്തത് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസാണ് കേട്ടോ. ആ ഭാഗങ്ങളിൽ ചിലയിടങ്ങളിൽ വർക്ക് നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുന്നിയൂർ മല ഭാഗത്ത് മാത്രമാണ് വർക്ക് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. ആ ഭാഗത്തൊക്കെ മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം കൂടിയാണ്. എന്തായാലും നമ്മളങ്ങനെ നാദാപുരം റോഡ് ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞ ഇടമാണ്. അതിനുശേഷം കാര്യമായിട്ട് വർക്ക് നടന്നിട്ടില്ല. ഈ വർക്ക് നടന്ന റോഡിൻ്റെ ഭാഗത്തൊക്കെ പച്ചപ്പ് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നിലവിലുള്ള പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുഭാഗത്തോട്ടും പോകുന്നത്. നാദാപുരം റോഡ് ഭാഗത്തുള്ള ടൗണാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നമ്മുടെ വടകരയിൽ ULCCയുടെ ആസ്ഥാനമാണ് അങ്ങ് ദൂരെയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ULCC നമ്മുടെ 95% വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൻ്റെ വർക്ക് നിലവിലിപ്പോൾ നടക്കുകയാണ്. ഇനി ടാറിംഗ് പ്രവൃത്തികൾ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നടക്കാൻ ബാക്കിയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ 1ഉം 2ഉം റീച്ചും കോഴിക്കോട് ബൈപ്പാസ്. എന്തായാലും ഈ 4 റീച്ച് 2 മാസത്തിനകം തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ള റീച്ച് നമ്മുടെ മലബാർ ഏരിയയിൽ മാത്രമാണ് വർക്ക് അല്പം പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നത്. തെക്കൻ ജില്ലയിലോട്ട് പോകുമ്പോൾ ആ ഭാഗത്തൊന്നും വർക്കുകൾ നിലവിൽ പുരോഗതിയൊന്നും കാണാൻ കഴിയുന്നില്ല. എന്തായാലും നമ്മുടെ ഈ റീച്ചിൽ 60% വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ULCCയുടെ ആസ്ഥാന മന്ദിരമാണ് കാണുന്നത് കേട്ടോ. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയാണ്. എന്തായാലും നല്ല അടിപൊളി ഫിനിഷിങ്ങോട് കൂടിയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കേരളത്തിൽ തന്നെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ച് ഇവർ നടത്തിക്കൊണ്ടു പോകുന്നത്. വർക്കുകൾ അവസാന ഘട്ടത്തിലാണ്. ഇത് കഴിഞ്ഞുള്ള ഭാഗത്തും നിലവിലുള്ള ദേശീയപാത കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വലതു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വർക്കുകളൊന്നും നടന്നിട്ടായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇടത് ഭാഗത്ത് സർവീസ് റോഡ് കുറച്ച് ഭാഗങ്ങളിലായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടതല്ലാണ്ട് കാര്യമായ വർക്ക് പുരോഗതി കഴിഞ്ഞിട്ടില്ല. നമ്മൾ മടപ്പള്ളി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മടപ്പള്ളി ഭാഗത്തൊരു കോളേജ് ഉണ്ട്. അതിൻ്റെ ഭാഗത്തായിട്ട് അണ്ടർ പാസേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങളൊക്കെ നടന്ന ഏരിയയാണ്. നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അവിടെ ഫ്ലെക്സ് ബോർഡൊക്കെ കണ്ടതാണ്. നിലവിൽ അവിടെ സമരക്കാരോ ഫ്ലെക്സ് ബോർഡോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെ അണ്ടർ പാസേജ് അനുവദിച്ചോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ. കാരണം ഈ ഭാഗങ്ങളിൽ വർക്ക് നടക്കുന്നില്ല. ഇപ്പോൾ ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് കുറച്ച് ഭാഗങ്ങളിലായിട്ട് റെഡിയാക്കിയതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
വലതുഭാഗങ്ങളിലായിട്ട് ഇനി ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ ചിലയിടങ്ങളിൽ നടന്നിട്ടുണ്ട് കേട്ടോ. അഥവാ ഇടത് ഭാഗത്തുള്ള മണ്ണെടുത്ത സ്ഥലമല്ല, നമ്മൾ മണ്ണ് ഇട്ട സ്ഥലം, അവിടെയൊക്കെ പച്ചപ്പ് വന്നിട്ടുണ്ട് കാര്യമായിട്ട്. അതിനുശേഷം അവർ തൊട്ടിട്ട് പോലും ഇല്ല. ഇവിടെ ഇതാ സർവീസ് റോഡ് കുറച്ച് ഭാഗങ്ങളായിട്ട് കണ്ണ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ടാറിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഇടം വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്തും സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട്. മടപ്പള്ളി ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഈ ഭാഗങ്ങളിലാണ് അണ്ടർ പാസേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ നടന്നത്. മടപ്പള്ളി കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളതിനെ കണ്ണൂക്കര ഭാഗത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ നല്ല കുന്നായിരുന്നു. അപ്പോൾ മണ്ണെടുത്തിട്ട് താഴ്ത്തണം ഈ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ സോയിൽ നെയിലിങ്ങൊക്കെ ഈ ഭാഗത്ത് നടത്തിയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട്. ഇനിയും ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് വേണം ഇനി 6 വരി പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ വടകര ഭാഗത്തുള്ള വീഡിയോസ് അധികം ആളുകളും ചെയ്യാറില്ല. 1-2 വ്ളോഗ്സ് മാത്രമാണ് ചെയ്യുന്നത് വടകര ഭാഗത്തുള്ള. എന്തായാലും ഇവിടെ കാര്യമായ വർക്ക് പുരോഗതിയില്ല. വർക്ക് നടന്നാലേ നമുക്ക് അപ്ഡേഷൻ കാണിക്കാൻ കഴിയും. നമ്മൾ ഒരുപാട് കാലമായി വീഡിയോസ് ചെയ്തിട്ട് എന്തായാലും പഴയ പോലെ തന്നെയാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിലവിലിപ്പോൾ റോഡ് നിർമ്മാണം കാണാൻ കഴിയുന്നത്. ഈ ഇടത് ഭാഗത്തൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതല്ലാതെ കാര്യമായിട്ട് റോഡ് പണി ഈ ഭാഗങ്ങളിൽ നടന്നിട്ടില്ലതാ. ഈ ഭാഗം മുതൽ കുറച്ച് ഭാഗങ്ങളായിട്ട് ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ എടുക്കുമ്പോൾ ഈ വലതു ഭാഗത്തുള്ള റോഡ് കൂടിയായിരുന്നു വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കണ്ണൂക്കര ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂക്കര ഭാഗത്തുള്ള ഒരു അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം നടക്കുകയാണ് കേട്ടോ. ഒരു ഭാഗത്ത് ഈ 3 വരി ഭാഗങ്ങളിലായിട്ട് അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. മറുവശത്തെ നിർമ്മാണം ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഒച്ച് ഇഴയുന്നത് പോലെയാണ് വാഗാടി ഭാഗങ്ങളിൽ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മൾ നെഗറ്റീവ് പറയുകയല്ല, നമ്മൾ കണ്ട കാര്യം പറയുകയാണ്. എന്തായാലും ഈ അണ്ടർ പാസേജിൻ്റെ ഭാഗം കഴിഞ്ഞുള്ള ഇടങ്ങളിൽ മണ്ണടിച്ച് ഏകദേശം ഇവർ ഉയർത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിലവിലിപ്പോൾ 2 ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ്. ഇവിടെ കുറച്ച് പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോവുകയാണ് കേട്ടോ. ഈ അണ്ടർ പാസേജ് നമ്മൾ കണ്ട അണ്ടർ പാസേജിൻ്റെ ഒരു വശത്തുള്ള നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തുള്ള അപ്രോച്ച് സ്ലാബിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിലായി അണ്ടർ പാസേജ് നിർമ്മിക്കേണ്ട ജോലിയാണ് നടക്കാൻ ബാക്കിയുള്ളത്. ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത് കൊണ്ട് താഴെയായിട്ട് ഇവർ സ്ലാബ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ടാണ് അണ്ടർ പാസേജ് നിർമ്മിക്കുന്നത്. കണ്ണൂക്കര കഴിഞ്ഞുള്ള ഭാഗത്ത് RE പാനലുകൾ സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ബെൽറ്റൊക്കെ ഇട്ട് ലെവലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് സപ്പോർട്ടായിട്ടാണ് ഇവർ ബെൽറ്റ് ഇട്ടിട്ടാണ് RE പാനലുകൾ സെറ്റാക്കുന്നത്. ഇനി ഈ ഭാഗങ്ങളൊക്കെ മണ്ണടിച്ച് ഉയർത്തിയിട്ട് ഈ RE പാനലുകൾ ഇനിയും ഉയരാനുണ്ട്. ഈ അണ്ടർ പാസേജിൻ്റെ ഭാഗം അത്രയും ഉയരത്തിൽ മണ്ണടിച്ച് ഉയർത്തേണ്ടതായിട്ടുണ്ട്. നമ്മളങ്ങനെ കണ്ണൂക്കര കഴിഞ്ഞ് മുക്കാളി ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുക്കാളി ഭാഗത്ത് നമ്മൾ ഈ കണ്ണൂക്കര കഴിഞ്ഞ് ഇവിടെ ഡൈവേഷൻ വരുന്നുണ്ട്. സർവീസ് റോഡിൽ നിന്ന് വീണ്ടും പഴയ റോഡ് കൂടി പ്രവേശിക്കുകയാണ്. ചോമ്പാല ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ ഭാഗത്ത് നേരത്തെ വർക്ക് കഴിഞ്ഞ ഇടമാണ്. ഇവിടെ മുതൽ ചോമ്പാല കുന്ന് ഭാഗത്തില്ല, അതും വരെ ടാറിങ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞ ഇടമാണ്. ഈ വലതുഭാഗത്തുള്ള റോഡ് കൂടിയാണ് നിലവിൽ ഇരുവശത്തോട്ടും വാഹനങ്ങൾ പോകുന്നത്. ഇടതുഭാഗത്തായിട്ട് നമുക്ക് ഫ്രിക്ഷൻ സ്ലാബും RE പാനലുകളൊക്കെ റോഡിൽ കൂട്ടിയിരിക്കുന്ന ദൃശ്യം നമ്മൾക്ക് കാണാൻ കഴിയും കേട്ടോ. ഇവിടെയൊക്കെ RE പാനലുകൾ നിർമ്മിച്ചിരിക്കുകയാണ്. നേരത്തെ നിർമ്മാണം കഴിഞ്ഞ ഈ RE പാനലുകളിലൊക്കെയാണ്. അപ്പോൾ അതിനുശേഷം കാര്യമായിട്ട് ഈ ഭാഗങ്ങളൊന്നും വർക്ക് നടന്നിട്ടില്ല. ഈ ചോമ്പാല ഭാഗത്തുള്ള കുന്ന് ഇവിടെ ഇവർ സോയിൽ നെയിലിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാര്യമായിട്ട് ഇവർ വർക്കേ നടത്തിയിട്ടില്ല, തൊട്ടിട്ട് പോലുമില്ല കേട്ടോ. ഈ മണ്ണിടിഞ്ഞ് വീണില്ലേ ആ ഭാഗങ്ങളിൽ ഇവർ തൊട്ടിട്ട് പോലുമില്ല, വർക്കേ നടന്നിട്ടില്ല. ഈ പച്ചപ്പ് കണ്ടാലറിയാം നമുക്ക്. അതിനുശേഷം കഴിഞ്ഞ മഴക്കാലത്ത് വർക്ക് നടത്താൻ വേണ്ടി ശ്രമിച്ചതാണ്, അപ്പോൾ മണ്ണിടിച്ചിലുണ്ടായി. അതിനുശേഷം തൊട്ടിട്ടില്ല. നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഭാഗത്ത് ചേടി മണ്ണാണ്. പല ഏരിയയിലും നമ്മൾ ഈ ദേശീയപാത നിർമ്മിക്കുന്ന ഏരിയയിലൊക്കെ ചേടി മണ്ണാണ്. അത് അത്ര ഉറപ്പുള്ള മണ്ണല്ല. എന്തായാലും പല ഭാഗങ്ങളിലും കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചിട്ട് ആണ് നിർമ്മാണം നടത്തുന്നത്. നമ്മൾ തെക്കിൽ ഭാഗത്തൊക്കെ കാസർഗോഡ് ചെർക്കള മുതൽ ചട്ടഞ്ചാൽ ഭാഗത്തൊക്കെ
നല്ല രീതിയിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല ഭാഗത്തും സോയിൽ നെയിലിംഗ് നടത്തിയ ഭാഗങ്ങളൊക്കെ ഇടിച്ച് വീണിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസ് ഭാഗങ്ങളിലും മണ്ണൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. ഇവിടെ വലിയൊരു ട്രക്ക് ബാക്കിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രക്കിൻ്റെ ടയറ് പൊട്ടിയിരിക്കുകയാണ്, പഞ്ചറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദേശീയപാത നിർമ്മാണം നടക്കുന്നത് കൊണ്ട് വാഹനങ്ങൾ പതുക്കെയും സൂക്ഷിച്ചും വേണം ഓട്ടാൻ വേണ്ടിയിട്ട്. പല ഭാഗത്തും ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കുഴികൾ എടുക്കുന്നുണ്ട്. അവിടെ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അശ്രദ്ധ മൂലം പല വലിയ അപകടങ്ങളും വരാറുണ്ട് കേട്ടോ. വേറൊരു കാര്യം, നമ്മുടെ മലയാളിയുടെ ട്രാഫിക് സംസ്കാരം നമ്മൾ മഞ്ചേശ്വരം ഭാഗത്തൊക്കെ വീഡിയോസ് എടുക്കുമ്പോൾ കണ്ടതാണ്. പലരും ലൈൻ തെറ്റിച്ചുകൊണ്ടാണ് ലൈൻ ട്രാഫിക് പാലിക്കാതെയാണ് ഇവിടെ വാഹനങ്ങൾ ഓടിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ മുതൽ നമ്മൾ മുക്കാളി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് രണ്ട് ഭാഗത്തോട്ടും സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട്. മുക്കാളി ഭാഗങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട്. മണ്ണിടിച്ച് ഉയർത്തുന്ന വർക്ക് ഏകദേശം ഈ ഭാഗങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ രണ്ട് ഭാഗത്തായാലും സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതുതായി നിർമ്മിച്ച സർവീസ് റോഡ് കൂടിയാണ് നമ്മുടെ കണ്ണൂർ ഭാഗത്തോട്ടും കോഴിക്കോട് വടകര ഭാഗത്തോട്ടും വാഹനങ്ങൾ പോകുന്നത്. ഈ ഭാഗത്തൊക്കെ ക്രിസ്റ്റൽ സ്ലാബ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മണ്ണടിച്ച് ആ ലെവലിലേക്ക് നമ്മൾ ഈ മുക്കാളി അണ്ടർ പാസേജിൻ്റെ ആ ലെവലിലോട്ട് വരേണ്ടതായിട്ടുണ്ട്. നിലവിലിപ്പോൾ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നടക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു അണ്ടർ പാസേജാണ്. ഈ ഭാഗത്ത് ഇനി മണ്ണടിച്ച് ഏകദേശം ഉയർത്തേണ്ട വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത്. എന്തായാലും രണ്ട് RE പാനൽ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിന് മുകളിൽ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കുഞ്ഞിപ്പള്ളി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ തലശ്ശേരി മാഹി ബൈപ്പാസ് അഴിയൂർ കഴിഞ്ഞ ഉടൻ ആദ്യം കിട്ടുന്ന ടോൾ പ്ലാസയുടെ നിർമ്മാണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിൻ്റെ കോൺക്രീറ്റ് വർക്കുകളാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ടോൾ പ്ലാസയാണ് നമ്മൾ കണ്ണൂർ ഭാഗത്തോട്ട് നിന്ന് കോഴിക്കോട് ഭാഗത്തോട്ട് വരുമ്പോൾ ഈ ഭാഗങ്ങളിൽ നിർമ്മാണം നടന്നു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലും മലപ്പുറം ജില്ലയിലും നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ ടോൾ പ്ലാസയുടെ നിർമ്മാണം നിലവിൽ നടന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വർക്കുകളാണ് നിലവിൽ റോഡിൻ്റെ ഭാഗത്തായിട്ട് ടോൾ പ്ലാസയുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുതൽ ചെറിയ ഡൈവേഷൻ വന്നിട്ട് പഴയ റോഡ് കൂടി വാഹനങ്ങൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള നിർമ്മാണം നടന്നിട്ടുണ്ട്. എന്തായാലും നമ്മളിങ്ങനെ കുഞ്ഞിപ്പള്ളി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പള്ളി ഭാഗത്ത് ഒരു അണ്ടർ പാസേജിൻ്റെ
നിർമ്മാണം നടക്കുകയാണ്. ഒരു വശത്തുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നതല്ലാണ്ട് മറുവശത്തെ നിർമ്മാണം ഇതുവരെയും തുടങ്ങിയിട്ട. കഴിഞ്ഞ 7 മാസങ്ങൾക്ക് 1 വർഷമായി തോന്നുന്നു ഈ ഭാഗങ്ങളിൽ ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട്. ഇതുവരെയും അവർക്ക് പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മണ്ണിൻ്റെ ലഭ്യത ഒന്നുമല്ല, അവർ കാരണം പറയുന്നത് മണ്ണിൻ്റെ ലഭ്യത കുറവാണെന്നാണ്. പല പ്രശ്നങ്ങളും ഈ വാഗാടിൻ്റെ ഭാഗത്ത് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മുടെ കുഞ്ഞിപ്പള്ളി ഭാഗത്ത് അണ്ടർപാസിൻ്റെ നിർമ്മാണം പണ്ട് നടന്ന അതുപോലെ തന്നെയാണ്. പിന്നെ മറുവശത്തൊന്നും നിർമ്മാണം നടന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മളങ്ങനെ അഴിയൂർ ഭാഗത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഈ അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം ചെറുതായിട്ട് നടന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വാഗാട് കമ്പനിയുടെ വർക്ക് സ്റ്റാർട്ടാവുന്ന അഴിയൂർ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഴിയൂർ ഈ കുഞ്ഞിപ്പള്ളി ഭാഗത്തു നിന്നാണ് വാഗാടിൻ്റെ നിർമ്മാണം 40 കിലോമീറ്റർ നമ്മുടെ വെങ്ങളം വരെ നിർമ്മാണം നടക്കുന്നത്. നമ്മുടെ മലബാർ ഏരിയയിലെ വർക്ക് മറ്റ് റീച്ചുകളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും സ്ലോ ആയിട്ട് പോകുന്നത് നമ്മുടെ ഈ വാഗാട് കമ്പനിയാണ് കേട്ടോ. എന്തായാലും 1.5-2 വർഷത്തോളം സമയമെടുക്കും ഇവരെ പൂർണ്ണമായിട്ട് ഇവരെ റീച്ച് പൂർത്തീകരിച്ച് തുറന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ നിർമ്മാണം കഴിഞ്ഞ ഇടം കൂടിയാണ്. ഇവിടെ മുതലാണ് നമ്മുടെ തലശ്ശേരി മാഹി ബൈപ്പാസ് സ്റ്റാർട്ടാവുന്നത്. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.